ഇവിടെയുള്ള കുറെ പേരൂടെ ചേർന്ന് എന്റെ മതിൽ ഇടിയിപ്പിച്ച്. അപ്പോഴും ഞാൻ പറഞ്ഞ് നിങ്ങൾ അമ്പലത്തിന്റെ അവിടുന്ന് പൊളിച്ചു പോവാൻ ഞാൻ ഇടിച്ചു തരാമെന്ന് പറഞ്ഞ്. അത് കേൾക്കാതെ അവര് വന്ന് മുമ്പേ എന്റെ മതിൽ ഇടിച്ചത്. ഇടിച്ചിട്ട് ഇപ്പൊ അവര് കെട്ടുന്നുമില്ല, ഒന്നുമില്ല. കണ്ടോ, ഞാൻ ഒരു മതിൽ പൊളിച്ചതിന്റെ പിറ്റേന്ന് ഞാൻ വീണതാ ഇവിടെ. എന്റെ കാലൊക്കെ ഒടിഞ്ഞ് ഞാൻ കിടക്കുമായിരുന്നു. ഇപ്പൊ രണ്ടാമത് വന്ന് റോഡ് നല്ല റോഡായിരുന്നു, അവര് വന്ന് ഇളക്കിയിട്ടിട്ട് പോയേക്കുവാ. നിങ്ങൾ കണ്ടോ, എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം നമുക്ക്. കാരണം കൊച്ചു പിള്ളേരും എല്ലാരും ഉള്ളതാ. ഇനിയിപ്പോ സ്കൂള് തുറന്ന് കുഞ്ഞുങ്ങളെല്ലാം പോകേണ്ടിയതാ. എനിക്ക് എന്റെ മതിൽ അയാൾ കെട്ടിത്തരണം, കോൺട്രാക്ടർ കെട്ടിത്തരണം. എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല. ഞാൻ സ്ഥലവും കൊടുക്കാം ഇനി. പിന്നെ ഈ റോഡും ശരിയാക്കി തരണം. റോഡ് എല്ലാവർക്കും വേണ്ടിയതല്ലയോ, എല്ലാവർക്കും റോഡ് വേണ്ടിയതാ. ഈ എന്ത് വില ഇനി 1 വർഷം കഴിഞ്ഞേ പണിയത്തോളം അയാൾ ഇന്നലെ പറയുന്നത്. എന്ത് കന്നം തിരുവായി കാണിക്കുന്നത്? ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലയോ? ഇവിടുത്തെ കൗൺസിലർ അതിനുശേഷം ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അയാളെ ഞങ്ങൾ 100 വട്ടം വിളിച്ച് ഇതിനൊരു പരിഹാരം കാണുമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ച പുനലൂർ TB ജംഗ്ഷൻ പാപ്പന്നൂർ ഇടമൺ റോഡിൽ വാഴോൺ ഭാഗത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുനരുദ്ധാരണ പ്രവൃത്തികൾ കരാറുകാരൻ പൂർണ്ണമായും നിർത്തിവെച്ചു. 380 മീറ്ററോളം ദൂരത്തിൽ പ്രവൃത്തികൾ നടക്കുന്ന ഈ റോഡിൽ 20 മീറ്റർ ദൂരം ഭൂമി ഇനിയും വിട്ടുകിട്ടണം. എന്നാൽ വിവിധ കാരണങ്ങളാൽ ഇത് നീണ്ടുപോകുന്നത് കരാറുകാരന് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയതിനാലാണ് പണികൾ നിർത്തിവെക്കാൻ കരാറുകാരൻ നിർബന്ധിതനായത്. ഭൂമി വിട്ടു നൽകുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവെങ്കിലും അന്തിമ തീരുമാനം ഇതുവരെയും ആകാത്തതും പണികൾ നിർത്തിവെക്കാൻ കാരണമായി. അതേസമയം പണികൾ നിർത്തിവെച്ച സാഹചര്യത്തിൽ പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്തെത്തി. കാലവർഷം എത്തിയതോടെ റോഡിലുണ്ടായ വെള്ളക്കെട്ടും പ്രദേശവാസികളെ ബുദ്ധിമുട്ടിക്കുകയാണ്. എന്നാൽ 6 മാസങ്ങൾക്ക് ശേഷം മാത്രമേ ഇനി നിലവിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് കരാറുകാരൻ പറയുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയും ഈ സമയത്ത് മുൻപ് ഏറ്റെടുത്തിട്ടുള്ള കരാറുകൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് ഇതെന്നും കരാറുകാരൻ പറയുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്ത ഇടമൺ പാപ്പന്നൂർ റോഡിൽ വാഴോൺ ഭാഗത്തായിരുന്നു സ്ഥലം ഏറ്റെടുക്കുന്നതിലെ തർക്കം മൂലം പ്രവൃത്തി നടക്കാതിരുന്നത്. 3 വർഷത്തിനപ്പുറം ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടന്ന ശ്രമഫലമായി റോഡ് പൂർണ്ണമായും താർന്നു കിടക്കുന്ന വാഴോൺ ഭാഗത്തെ പ്രവൃത്തികൾ കരാർ നൽകി ആരംഭിക്കുകയായിരുന്നു. എന്നാൽ പലപ്പോഴായി ഭൂമി ഏറ്റെടുക്കുന്നത് തർക്കമുണ്ടാക്കുകയും അതിനാൽ പല സമയങ്ങളിലായി പണികൾ നിർത്തിവെക്കേണ്ടിയും വന്നു. ഇവയെല്ലാം പരിഹരിച്ച് റോഡിന്റെ മൺവേലകളും പാർശ്വഭിത്തികളുടെ നിർമ്മാണവും പൂർത്തീകരിച്ച് ടാറിങ്ങിനായുള്ള അന്തിമഘട്ടത്തിലേക്ക് കടക്കാനിരിക്കുമ്പോഴാണ് പുതിയ പ്രതിസന്ധി ഉണ്ടായത്. ഈ റോഡ് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ആരെങ്കിലും പോയി PWD പരാതിപ്പെടുമ്പോൾ അവരിങ്ങോട്ട് ഒരു ദിവസം വന്ന് എന്തെങ്കിലും ഒന്ന് കുത്തി കുഴിച്ചിട്ടിട്ട് അങ്ങ് പോവുക ചെയ്യുന്നത്. ഇവിടെ നാട്ടുകാർക്ക് നടക്കാനോ ഒന്നും വയ്യ. അങ്ങനെ ആകെ ബുദ്ധിമുട്ടി കിടക്കുക. ഇവിടെ ചെളിയും വെള്ളവും, വീടുകളിലെല്ലാം വണ്ടി പോയാൽ വെള്ളം അടിച്ചു കയറുക. ഇതിപ്പോൾ ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. PWD അവരുടെ സൈഡാ, ഇല്ലെങ്കിൽ അവര് ഇത് വന്ന് ചെയ്യേണ്ടതാ. അവരിതിന് മുൻകൈ എടുക്കുന്നില്ല. ഇപ്പൊ ഒരു 3 ദിവസം മുമ്പ് വന്ന് ഇവിടെ പടികളോ അതോ ഇതൊക്കെ കൊണ്ടുവന്നൊന്ന് കോൺക്രീറ്റ് ചെയ്ത് സാധനങ്ങളും പറക്കിക്കൊണ്ട് പോയി. ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇനിയിപ്പോ അടുത്ത വർഷമേ ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടി ആകെ ഇതിൽ കിടക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ആൾക്കാർക്ക് പോകാനുള്ള ഇതാക്കി കൊടുക്കണം. ഈ നഗരസഭക്കാരെന്ത് പറയും? അവരെയും കാണാനില്ല. അവരെ ഈ നഗരസഭയെ ഇങ്ങോട്ട് വരാറില്ല. അവരഥവാ പോയാൽ ഈ റോഡിൽ പോകുമ്പോ ചിരിച്ചോണ്ടങ്ങ് പോവുക. ഇത് തന്നെ അവര് ചെയ്യുന്നത്. കൗൺസില് സതീശനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഇന്ന് ഇവിടെ കണ്ട എന്തോ വർക്കുണ്ട്, അതിനു വേണ്ടി വന്ന് ഈ ഹെൽത്ത് സെന്ററിന്റെ വർക്കിന് വേണ്ടി ഇന്നൊന്നും ഇവിടെ വന്നു. ഒത്തിരി നാൾ കൂടി. ആരോടാ പരാതിപ്പെടുന്നത്? ഇനി ആരോടും പരാതിപ്പെടാനില്ല. ഇനിയിപ്പോ ഇവിടെ ഉള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ അവിടെ പോയി പിക്കറ്റിങ് ചെയ്യാൻ ഇരിക്കുക PWD ഓഫീസിൽ. വാഴവൺ ഭാഗത്ത് ഭൂമി വിട്ടുകൊടുക്കാൻ സ്ഥലവാസികളിൽ ചിലർ തയ്യാറാകാതിരുന്നത് ഇവിടെ നവീകരണം മുടക്കി. തുടർന്ന് ഇത്രയും ഭാഗം ഒഴിവാക്കി 7.65 കിലോമീറ്റർ ദൂരം ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്തു. ബാക്കി ഭാഗം തകർന്ന് കാൽനട പോലും സാധ്യമാകാത്ത സ്ഥിതിയിലെത്തുകയും ചെയ്തു. സ്കൂൾ സീസൺ കൂടി ആരംഭിക്കുന്നതോടെ ഇതുവഴി കടന്നുപോകുന്ന സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും വിദ്യാർത്ഥികൾക്കും പുനരുദ്ധാരണം നടക്കാത്ത റോഡിന്റെ പരിതാപകരമായ അവസ്ഥ ബുദ്ധിമുട്ടായി മാറും. ഇതിലെ എത്രയോ സ്കൂൾ വണ്ടികൾ പോകുന്നതാ. ഈ സ്കൂൾ വണ്ടി നേരത്തെയൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഈ വണ്ടി ആടി അലഞ്ഞും കുട്ടികളെയും കൊണ്ട് നിറച്ച കുട്ടികളുമായിട്ടാണ് പോകുന്നത് ഈ റോഡിൽ.
ഇനിയിപ്പോ ജൂൺ ആകുമ്പോഴത്തേനും സ്കൂൾ തുറക്കുക. കുട്ടികൾക്ക് വണ്ടി പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വെള്ളങ്ങൾ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം അടിച്ച് അടുത്തുള്ള വീടുകളിലും പിന്നെ സ്കൂട്ടിയൊക്കെ വന്ന് ഇവിടെ നിരന്തരം മറിഞ്ഞു വീഴക്കുക. ഇത്രയും അപകടങ്ങൾ ഉണ്ടാവേണ്ട സമയങ്ങളെല്ലാം കഴിഞ്ഞ് വീണ് പിന്നെ ഇവിടെയുള്ള അയൽവാസികളെല്ലാരും കൂടെ അവരെ എടുത്തൊക്കെ വിടുന്നത്. ഈ റോഡ് എങ്ങനെങ്കിലും ഒന്ന് പണിഞ്ഞു കിട്ടിയെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. റോഡുകാർ വരും, അവര് പറയും, ഇപ്പം പറയുന്ന അമ്പലത്തിന്റെ ഭാഗത്തെങ്ങാണ്ട് തടസ്സപ്പെടുത്തിയിട്ടേക്കും, അതുകൊണ്ടാ ഇനി മഴ മാറിട്ട് 6 മാസം കഴിഞ്ഞ് ഇനി പണിയുന്നുള്ളൂ, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്. ഇവിടെ ഉള്ള 5-6 വീട്ടുകാരും കൂടെ ചേർന്ന് ഇനി PWD ഓഫീസിൽ പോകണമെന്നും പറഞ്ഞിരിക്കുക. എങ്ങനെങ്കിലും സ്കൂൾ വണ്ടി പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾ എത്രയോ പേര് ഇവിടെ ഇതിലെ പഠിക്കാൻ പോകുന്നതാ. വണ്ടികൾ എത്രയോ വണ്ടികൾ ഇതിലേ പോകുന്നതാ. ഇനിയിപ്പോ അത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഇവരുടെ ഈ PWDയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള നടപടി ഉണ്ടാവണം. അത് വിക്കറ്റിംഗ് ചെയ്യുമെന്ന് പറയാം. 1 വർഷം മുമ്പ് പലതവണയായി നടന്ന ചർച്ചകളിലൂടെ ഇവിടെ ഭൂമി വിട്ടു നൽകുന്ന ഘട്ടത്തിലെത്തിച്ചു. കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ 85 ലക്ഷം രൂപ അനുവദിപ്പിച്ച് ഭരണാനുമതി നേടുകയും ചെയ്തു. തുടർന്നാണ് പണികൾ ആരംഭിച്ചത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമാന്തരമായി പുനലൂർ TB ജംഗ്ഷനെയും ഇടവൺ സത്രമുക്കിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. 7 മീറ്റർ വീതിയുണ്ടായിരുന്ന റോഡ് ഭൂമി ഏറ്റെടുത്ത് ശരാശരി 8.5 മീറ്റർ വീതിയിലാണ് വികസിപ്പിച്ചത്. 8.76 കോടി രൂപയാണ് ചെലവ്. അതേസമയം റോഡിന്റെ പരിതാപകരമായ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നും ഇതിൽ അധികൃതർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ സമരത്തിന് ഒരുങ്ങുകയാണ്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.